ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉണക്കക്കൊഞ്ച് തീയലുണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, 1/4 കപ്പ് ഉള്ളി, 12 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ചിരകിയ തേങ്ങ, ആവശ്യമായ തേങ്ങാക്കൊത്ത്, പിന്നെ കഴുകി വൃത്തിയാക്കിയ ഉണക്കക്കൊഞ്ച്. ഒരു ചീനിച്ചട്ടിയിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചിരകി വെച്ചേക്കുന്ന തേങ്ങ അതിലേക്കിട്ട് വഴറ്റുക. തേങ്ങ വഴണ്ട് വരുമ്പോൾ ഒരു 4 അല്ലി ഉള്ളി അതിലേക്ക് ഇടുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ മുകളിലേക്ക് ഇടുക. അതും ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. ശേഷം കൈവിടാതെ നല്ല രീതിയിൽ ഇളക്കുക. നല്ല പോലെ വഴണ്ട് വരുന്നതനുസരിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കൈവിടാതെ വേണം ഇളക്കാൻ. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിക്കാതെ നോക്കണം, കരിഞ്ഞും പോവരുത്. ഇതാണ് നമ്മുടെ ഒരു പരുവം. ഇനി അതിലേക്ക് പൊടിവകകൾ ഇട്ട് കൊടുക്കാം. തീ സിമ്മിലാക്കി വേണം പൊടി അതിലേക്ക് ഇടാൻ. കൈവിടാതെ ഇളക്കി കൊടുക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് എടുക്കുന്നത്. ഗ്യാസ് കത്തിച്ച് മൺചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുക. നല്ല പോലെ പൊട്ടിയ ശേഷം അതിലേക്ക് കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളി ഇടുക. ശേഷം എടുത്തു വച്ചിരിക്കുന്ന 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും വഴറ്റുക. നല്ല പോലെ വഴണ്ട് വരുന്നിടം വരെ കൈവിടാതെ ഇളക്കുക. നല്ല വഴണ്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടുക. ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കണം. അത് വഴളുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം തൊടാതെ അരച്ചെടുക്കുക. ഇനി ഈ ഉള്ളി വഴണ്ടതിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച് എടുത്തിടുക. അത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എണ്ണ നല്ല പോലെ കൊഞ്ചിനകത്ത് പിടിക്കും വിധം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ സമയം തീ സിമ്മിലേക്ക് മാറ്റുക. ഇപ്പം നമുക്ക് കാണാം, കൊഞ്ചിൻ്റെ കളറൊക്കെ മാറി നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം തൊടാതെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൊഞ്ചിൽ പിടിക്കുന്ന വിധം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മസാല കൊഞ്ചിലേക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഇളക്കണം. ശേഷം നല്ല ഒരു തിള വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറുകി വരുന്നതിന്